അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയമുള്ളവരെ, ബുദ്ധിയുടെ മതം, മാനവതയുടെ ജീവൻ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി KNM മർക്കസുദ്ദാവ സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ചതുർമാസ ആദർശ ക്യാമ്പയിന്റെ ഭാഗമായി തിരുവമ്പാടി മണ്ഡലം KNM സംഘടിപ്പിക്കുന്ന മണ്ഡലം തല പ്രചരണോദ്ഘാടനമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയിലേക്ക് സ്വാഗതം അരുളുന്നതിനായി KNM തിരുവമ്പാടി മണ്ഡലം ദേവ കൺവീനർ ബഹുമാനപ്പെട്ട സൈനുൽ ആബിദ് സുല്ലമി അവർകളെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹില്ലദീ ഹദാനാ ലിഹാദാ വമാ കുന്നാ ലിനഹ്തദിയ ലൗലാ അൻ ഹദാനല്ലാഹ്. ബഹുമാന്യരായ നേതാക്കളെ, സ്നേഹം നിറഞ്ഞ സഹോദരി സഹോദരന്മാരെ, നമ്മളിപ്പോൾ ഒരു ക്യാമ്പയിൻ പ്രവർത്തനത്തിലാണ്. ബുദ്ധിയുടെ മതം, മാനവികതയുടെ ജീവൻ എന്ന പ്രവർത്തനങ്ങളുമായി നമുക്ക് മണ്ഡലത്തിലും അതുപോലെ ശാഖകളിലുമൊക്കെ നിരവധി പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം ഇന്ന് നിർവഹിക്കുവാൻ പോവുകയാണ്. ഇസ്ലാം അല്ലെങ്കിൽ ഖുർആൻ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശയം, അത് ബുദ്ധിപരമായി ഈ പ്രകൃതി സട്ടാവിനെ കണ്ടെത്തണം എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ നിരവധി ആയത്തുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു സംഗതിയുണ്ട്. പരിശുദ്ധ ഖുർആനിൽ സൂറത്ത് മുഹമ്മദിൽ 24-ാമത്തെ വചനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, അഫലാ യതദബ്ബറുനൽ ഖുർആന അം അലാ ഖുലൂബിൻ അഖ്ഫാലുഹാ. അല്ല, അവർ ഖുർആനെ ചിന്തിച്ചു പഠിച്ചു മനസ്സിലാക്കുന്നില്ലേ? അവരുടെ ഹൃദയങ്ങൾക്ക് താഴ് വീണോ, കൂട്ട് വീണു പോയോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഖുർആൻ മുഴുവൻ പരിശോധിച്ചാൽ നമുക്ക് കാണുവാൻ സാധിക്കും, ബുദ്ധിയോട് സംസാരിക്കുന്നതായിട്ട്, ചിന്തിക്കുകയും പഠിക്കുകയും അങ്ങനെ അള്ളാഹുവിനെ കണ്ടെത്തുകയും ചെയ്യുക എന്നുള്ള എല്ലാവർക്കും ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ആശയമാണ് നമുക്ക് അല്ലെങ്കിൽ ഖുർആനിനെ ജനങ്ങളോട് പറയുവാനുള്ളത്. ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി നിരവധി പ്രവർത്തനങ്ങൾ നമുക്ക് മണ്ഡലാടിസ്ഥാനത്തിൽ നിർവഹിക്കുവാൻ പോവുകയാണ്. അതുകൊണ്ട് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം ആ രംഗത്തുണ്ടാകണം എന്ന് ആദ്യമായി ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ ഈ മഹത്തായ സംരംഭം ഉദ്ഘാടനം ചെയ്യുന്നത് KNM സെക്രട്ടറി ബഹുമാനപ്പെട്ട അഹമ്മദ് കുട്ടി മദനി അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയുടെ അധ്യക്ഷത പദം അലങ്കരിക്കുന്നത് നമ്മുടെ മണ്ഡലം സെക്രട്ടറി ഡോക്ടർ OC അബ്ദുൽ കരീം മാഷ് അവർകളാണ്. അദ്ദേഹത്തെ ഞാൻ ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ഈ പരിപാടിക്ക് ആശംസകൾ നേർന്നുകൊണ്ട് സംസാരിക്കുന്ന MGM മണ്ഡലം സെക്രട്ടറി സാജിദ ചേന്നമംഗലൂർ, അതുപോലെ ISMന്റെ മണ്ഡലം സെക്രട്ടറി ഇക്ബാൽ ചെറുവാടി, MSM മണ്ഡലം സെക്രട്ടറി നദീർ PA, സ്റ്റുഡൻസ് വിങ്ങിന്റെ മണ്ഡലം സെക്രട്ടറി നെഹില P തുടങ്ങിയ എല്ലാവരെയും ഈ വേദിയിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുകയാണ്. അതുപോലെ ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നടത്തിക്കൊണ്ട് നമ്മെ അഭിസംബോധന ചെയ്യുന്നത് ഡോക്ടർ ജാബിർ അമാനി അവർകളാണ്. അദ്ദേഹത്തെ പ്രത്യേകം ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ പല സ്ഥലങ്ങളിൽ നിന്ന് ഈ പരിപാടി വീക്ഷിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാരെയും ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. വആഖിറു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും. ഈ ഉദ്ഘാടന പരിപാടിയുടെ അധ്യക്ഷ സ്ഥാനം വഹിക്കുന്നതിന് വേണ്ടി KNM തിരുവമ്പാടി മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ OC അബ്ദുൽ കരീം മാസ്റ്ററെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. നമ്മുടെ ഇന്നത്തെ പരിപാടിയുടെ ഉദ്ഘാടകൻ M. അഹമ്മദ് കുട്ടി മദനി, നമുക്ക് മുഖ്യ പ്രഭാഷണം നടത്തുന്ന ഡോക്ടർ ജാബിർ അമാനി, മറ്റു തിരുവമ്പാടി മണ്ഡലത്തിലെ സജീവ ഇസ്ലാഹി പ്രവർത്തകരെ, ഈ ശബ്ദം ശ്രവിക്കുന്ന മറ്റു സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 4 മാസക്കാലത്തോളം കേരളത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലുമായും വിദേശത്തുമൊക്കെയായി KNM മർക്കസ് ദഅവ കമ്മിറ്റി നടത്തുന്ന ചതുർമാസ ക്യാമ്പയിൻ്റെ ഭാഗമായിക്കൊണ്ട്
നമ്മുടെ തിരുവമ്പാടി മണ്ഡലം കേന്ദ്രം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന ആദർശ ക്യാമ്പയിനിൻ്റെ മണ്ഡലം തല രചിതോദ്ഘാടനത്തിലാണ് നാം എല്ലാം ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന ശീർഷകത്തിൽ കാലിക പ്രസക്തമായ ഒരു പ്രമേയം അധികരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കോവിഡ് പശ്ചാത്തലത്തിൽ നമ്മുടെ ഈ ക്യാമ്പയിൻ അരങ്ങേറുന്നത്. നാം എല്ലാവരും മനസ്സിലാക്കിയ പോലെ നമ്മുടെ നാട് മൊത്തത്തിൽ കൊറോണയുടെ പിടിയിലും സാമ്പത്തികമായ അപജയത്തിലും അതുപോലെ മറ്റുള്ള ഒട്ടനവധി പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് പള്ളികളെല്ലാം അടഞ്ഞു കിടക്കുന്ന പ്രത്യേക പശ്ചാത്തലം, മദ്രസകളും സ്കൂളുകളും കോളേജുകളും എല്ലാം തന്നെ ഇതുവരെ നമ്മൾ കണ്ടിട്ടില്ലാത്ത തോതിൽ അടഞ്ഞു കിടക്കുകയും മനുഷ്യരൊക്കെ തന്നെയും അവരുടെ വളരെ നെഗറ്റീവ് ചിന്തകൾ വളർത്തിക്കൊണ്ട് യഥാർത്ഥ ജീവിതശൈലിയിൽ നിന്നും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിൽ വളരെ കാലിക പ്രസക്തമായ ഒരു പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് കേരള മക്കൾ സംഘടിപ്പിക്കുന്ന ഈ ക്യാമ്പയിനിൻ്റെ നമ്മുടെ മണ്ഡലം തല ഉദ്ഘാടന പരിപാടിയിൽ എത്തിയിട്ടുള്ള എല്ലാവരെയും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. എൻ്റെ കടമ ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കുക എന്നുള്ളതാണ്. ആദ്യമായി കൊണ്ട് തന്നെ നമ്മുടെ ഈ ക്യാമ്പയിൻ ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എം മുഹമ്മദ് കുട്ടി മദനിയെ സാദരം ക്ഷണിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുന്നു. അള്ളാഹു നമ്മുടെ ഈ കർമ്മങ്ങളെല്ലാം സാലിഹായ കർമ്മങ്ങളായി സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه ومن تبعهم بإحسان إلى يوم الدين. أما بعد اتقوا الله عباد الله. ബഹുമാന്യരായ സഹോദരി സഹോദരന്മാരെ, കേന്ദ്രം മർക്കസ് ദഅവ ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന പ്രമേയത്തെ അധികരിച്ചുകൊണ്ട് ഒരു ആദർശ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി സംസ്ഥാനാടിസ്ഥാനത്തിലും ജില്ലാ തലങ്ങളിലും മണ്ഡലം ശാഖാ തലങ്ങളിൽ വരെ വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. വിദേശ രാജ്യങ്ങളിലുള്ള നമ്മുടെ ഇസ്ലാഹി സെന്ററുകൾ, പ്രത്യേകിച്ച് സൗദി അറേബ്യ, ഖത്തർ, കുവൈത്ത്, UAE, ഒമാൻ, ബഹ്റൈൻ തുടങ്ങിയ രാജ്യങ്ങളിലുമൊക്കെ തന്നെ ഈ ആദർശ ക്യാമ്പയിനിൻ്റെ വൈവിധ്യങ്ങളായ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വിദേശ രാജ്യങ്ങളിലുള്ള എല്ലാ ഇസ്ലാഹി സെന്ററുകളുടെയും ഒരു കോർഡിനേഷൻ സമിതി, GCC കോർഡിനേഷൻ സമിതിയുടെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ ഉദ്ഘാടനം കർമ്മം നിർവഹിക്കപ്പെടുകയുണ്ടായി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ തിരുവമ്പാടി മണ്ഡലത്തിൽ നടക്കുന്ന ഈ ക്യാമ്പയിൻ പ്രവർത്തനം ആദ്യമായി ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അളവറ്റ ദയാപരനും പരമകാരുണികനുമായ അള്ളാഹുവിൻ്റെ നാമത്തിൽ അത് ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുകയാണ്. പ്രിയമുള്ളവരെ, നമ്മൾ മനസ്സിലാക്കിയതുപോലെ തന്നെ മനുഷ്യബന്ധിതമായ എല്ലാ കാര്യങ്ങളെയും അഭിസംബോധന ചെയ്യുന്ന ഒരു മതമാണ് ഇസ്ലാം. ഉജ്ജ്വലമായ സാമൂഹിക പാരിസ്ഥിതിക ദർശനങ്ങളും മാനവിക മൂല്യങ്ങളുമാണ് അത് പഠിപ്പിക്കുന്നത്. നമുക്കറിയാമല്ലോ, മനുഷ്യനും മനുഷ്യ ജീവിതത്തിനും ഏറെ പ്രാധാന്യം നൽകുന്ന ഒരു മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും, അല്ലാഹു സുബ്ഹാനഹു തആല ഈ ലോകത്ത് സൃഷ്ടിച്ച സൃഷ്ടികളിൽ ഏറ്റവും ഉന്നതനായ സൃഷ്ടിയാണ് മനുഷ്യൻ. മനുഷ്യ സന്തതികളെ അള്ളാഹു ആദരിച്ചിരിക്കുന്നു എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. വലഖദ് കറംനാ ബനി ആദമ. അതിനാൽ തന്നെ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ജീവിക്കുന്ന ഈ ചുറ്റുപാടിൽ പ്രത്യേകിച്ചും എല്ലാ മനുഷ്യരെയും ഒന്നായി കാണാൻ കഴിയുക എന്നുള്ളത് വലിയ ഒരു കാര്യമാണ്. ഇസ്ലാമും ഖുർആനും നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഉന്നതവും ഉദാത്തവുമായ ഒരു മൂല്യം തന്നെയാണത്, ഏക മാനവത എന്ന വിശ്വാസം. ഖുർആൻ പറയുന്നു, യാ അയ്യുഹന്നാസ് ഇന്നാ ഖലഖനാകും മിൻ ദക്കരിൻ വ ഉൻസാ വജഅൽനാകും ശുഊബൻ വഖബായില ലിതഅറഫു ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. മാന്യ മഹാജനങ്ങളെ, നിങ്ങളെ നാം ഒരു ആണിൽ നിന്നും പെണ്ണിൽ നിന്നും സൃഷ്ടിച്ചിരിക്കുന്നു. നിങ്ങളെ പല ഗോത്രങ്ങളും വിഭാഗങ്ങളും ആക്കിയിട്ടുള്ളത് ലിതഅറഫു,
നിങ്ങൾ പരസ്പരം തിരിച്ചറിയാൻ വേണ്ടിയാണെന്നാണ്. അതിൻ്റെ പേരിൽ നിങ്ങൾ അഹങ്കരിക്കുകയോ അഹംഭാവം കാണിക്കുകയോ മറ്റുള്ളവരെ ഇകഴ്ത്തുകയോ ഇടിച്ചു താഴ്ത്തുകയോ ചെയ്യാൻ പാടില്ല എന്നാണ് ഖുർആൻ പറഞ്ഞത്. ഈ ലോകത്ത് ഇന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്ന കോടിക്കണക്കിന് മനുഷ്യരെല്ലാം തന്നെ ഒരു മാതാവിൻ്റെയും പിതാവിൻ്റെയും മക്കളാണ് എന്ന ഈ സംബോധന നോക്കൂ നിങ്ങൾ, ഈ പ്രസ്താവന നോക്കൂ നിങ്ങൾ. നമ്മളെല്ലാം ഏകോദര സഹോദരങ്ങളാണ്. ഒരു മാതാവിൽ നിന്ന് പിറവിയെടുത്തവരാണ് നമ്മൾ. ഈ ലോകത്ത് ജീവിക്കുന്ന എല്ലാ മനുഷ്യരും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ വിശുദ്ധ ഖുർആനിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് പറയാൻ കഴിയും, നമ്മളെല്ലാവരും പൊക്കിൾ കൊടി ബന്ധമുള്ളവരാണ് എന്നതാണ്. ആ രീതിയിലുള്ള മാനവിക സാഹോദര്യത്തെയാണ് ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറയുകയുണ്ടായി, കുല്ലുക്കും മിൻ ആദം വ ആദം മിൻ തുറാബ്. നിങ്ങളൊക്കെ ആദിപിതാവായ ആദമിൽ നിന്നുള്ളവരാണ്, ആദമാകട്ടെ മണ്ണിൽ നിന്നുള്ളവരാണ്. ഈ കാലഘട്ടത്തിൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷയുടെ പേരിൽ, അവർ താമസിക്കുന്ന രാജ്യത്തിന്റെ പേരിൽ, അവരുടെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ, വർണ്ണത്തിന്റെ പേരിൽ എല്ലാം തന്നെ തമ്മിൽ കലഹിക്കുകയും ചോരച്ചാലുകൾ ഒഴുക്കുകയും ചെയ്യുന്ന വളരെ പരിതാപകരമായ സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെയാണ് ഇസ്ലാം നമ്മുടെ മുമ്പിൽ സമർപ്പിക്കുന്ന ഉന്നതമായ ഈ മൂല്യങ്ങളും അതുപോലെ തന്നെ ദർശനങ്ങളും ഏറ്റവും വിലപ്പെട്ടതായി തീരുന്നത്. ഒരു മനുഷ്യ ജീവന് ഒരിക്കലും ഹാനികരമായ കാര്യം ചെയ്യാൻ പാടില്ല എന്ന് ഖുർആൻ വിലക്കിയിട്ടുണ്ട്. ഒരു മനുഷ്യന്റെ ജീവൻ അന്യായമായി ഒരിക്കലും ഹനിക്കപ്പെടരുത് എന്നതാണ്. അങ്ങനെ ഒരാൾ ഒരു മനുഷ്യനെ വധിക്കുകയാണെങ്കിൽ ലോകത്തുള്ള മുഴുവൻ മനുഷ്യരെയും വധിച്ചു കളയുന്നതിന് തുല്യമാണെന്നതാണ്. എന്നാൽ ആർക്കെങ്കിലും ജീവിക്കാനുള്ള അവസരം ഒരുക്കുകയും ജീവിതത്തിലേക്ക് അവരെ കൈപിടിച്ചു കൊണ്ടുവരികയും ചെയ്യുകയാണെങ്കിലോ മമൻ അഹ്യാഹ കഅന്നമാ അഹ്യന്നാസ ജമീഅ എന്നാണ്. ഈ ലോകത്തുള്ള എല്ലാ മനുഷ്യർക്കും ജീവൻ തിരിച്ചു നൽകിയതുപോലെയാണത് എന്ന കാര്യമാണ് ഖുർആൻ പഠിപ്പിച്ചു തരുന്നത്. പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ അവസാനത്തെ പ്രഭാഷണത്തിൽ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്നതാണ് പ്രവാചകന്റെ അവസാനത്തെ പ്രസംഗം ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. ആ പ്രസംഗത്തിൽ അവിടുന്ന് പറയുകയുണ്ടായി, ഇന്ന ദിമാഅക്കും വ അംവാലക്കും വ അറാലക്കും ഹറാമുൻ അലൈക്കും കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ഷഹരിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ. നിങ്ങളുടെ ജീവനും നിങ്ങളുടെ സമ്പത്തും നിങ്ങളുടെ അഭിമാനവും ഏറ്റവും പരിപാവനമായതാണ്, പവിത്രമായതാണ്. ഏതുപോലെയെന്നോ പവിത്രമായ ഈ പ്രദേശത്തെ പോലെ പരിശുദ്ധ മക്കയെയും അതേപോലെ തന്നെ ഹറമിനെയും ഒക്കെ മുൻനിർത്തിക്കൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്. അതേപോലെ തന്നെ പരിപാവനമായ ദുൽഹജ്ജ് മാസത്തിന്റെ പവിത്രത സൂചിപ്പിച്ചുകൊണ്ടാണ് അവിടുന്ന് പറഞ്ഞത്. മനുഷ്യന്റെ ജീവൻ, അവന്റെ സ്വത്ത്, അവന്റെ അഭിമാനം, അവൻ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, ഇനി മതമില്ലാത്ത ഈശ്വര നിഷേധിയും നാസ്തികനും യുക്തിവാദിയും ഭൗതികനുമാണെങ്കിലും ശരി, മനുഷ്യൻ എന്ന നിലക്ക് അവന് വിലയും സ്ഥാനവും കൽപ്പിക്കണമെന്നാണ് ഈ ദീൻ നമ്മെ പഠിപ്പിക്കുന്നത്. ഇനി ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ എന്ന് മാത്രമല്ല, മരിച്ച മനുഷ്യരുടെ മൃതദേഹത്തെ പോലും നിങ്ങൾ ബഹുമാനിക്കണം, ആദരിക്കണമെന്നാണ് ഈ ദീൻ പഠിപ്പിക്കുന്നത്. ഒരിക്കൽ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ അനുചരന്മാരോടുകൂടി ഇരിക്കുന്ന സന്ദർഭത്തിൽ അവരുടെ മുമ്പിലൂടെ ഒരു ശവമഞ്ചം കടന്നു പോവുകയുണ്ടായി. ആ സന്ദർഭത്തിൽ പ്രവാചകൻ എഴുന്നേറ്റ് നിന്നു. അപ്പോൾ കൂടെ ഉണ്ടായിരുന്ന സഹാബ കിറാം റളിയല്ലാഹു അൻഹും പ്രവാചകനോട് പറഞ്ഞു, പ്രവാചകരെ, നിങ്ങൾ എന്തിനാണ് എഴുന്നേറ്റ് നിൽക്കുന്നത്? അതൊരു ജൂതന്റെ മയ്യിത്താണ് കൊണ്ടുപോകുന്നത് എന്നാണ്. ആ സന്ദർഭത്തിൽ പ്രവാചകൻ പറഞ്ഞത് എന്താണെന്നോ, അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യന്റേതല്ലേ എന്നതാണ്. ഇവിടെ ജൂതന്റേതാണ്, ക്രിസ്ത്യാനിയുടേതാണ്, സിഖുകാരൻ്റെതാണ്, ഹൈന്ദവന്റേതാണ് എന്ന് നോക്കുകയല്ല ചെയ്തത്. ഇത്തരം ചോദ്യങ്ങൾക്കല്ല ഇസ്ലാം പരിഗണന നൽകുന്നത്. നേരെ മറിച്ചോ പ്രവാചകൻ പറഞ്ഞ ഉത്തരമുണ്ടല്ലോ, അലൈസത്ത് നഫ്സൻ, അതൊരു മനുഷ്യന്റേതല്ലേ എന്ന ഈ പ്രവാചകന്റെ മറുപടിയാണ് ഈ സന്ദർഭത്തിൽ ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സഹോദരങ്ങളെ, നമ്മെ സംബന്ധിച്ചിടത്തോളം ഈ ദീൻ എല്ലാവർക്കും കൂടുതൽ ജീവനും അതുപോലെ തന്നെ സജീവതയും പകരുന്ന ഒരു ദീനാണ് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മെ ഉണർത്തുന്നുണ്ട്. യാ അയ്യുഹല്ലദീന ആമനൂ ഇദാ ദഅഅകും ലിമാ യുഹ്യികും യാ അയ്യുഹല്ലദീന ആമനൂ ഇസ്തജീബൂ ലില്ലാഹി വലിർ റസൂൽ ഇദാ ദഅഅകും ലിമാ യുഹ്യികും.
സത്യവിശ്വാസികളെ, അള്ളാഹുവിന് നിങ്ങൾ ഉത്തരം നൽകുക, അള്ളാഹു നിയോഗിച്ച തിരുദൂതർക്ക് നിങ്ങൾ ഉത്തരം നൽകുക. ഇദാ ദഅാകും ലിമാ യുഹീകും, നിങ്ങൾക്ക് നവചൈതന്യം പകർന്നു തരുന്ന, നിങ്ങൾക്ക് ജീവിതത്തിൽ കൂടുതൽ കരുത്തും ശക്തിയും ഉന്മേഷവും ആവേശവും നൽകുന്ന ഒരാദർശത്തിലേക്ക് നിങ്ങളെ ക്ഷണിച്ചാൽ നിങ്ങൾ അതിന് ഉത്തരം നൽകിയത് സ്വീകരിക്കണമെന്നാണ് വിശുദ്ധ ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത്. നമുക്കറിയാം, ഈ ദീൻ തീർച്ചയായും നമുക്ക് ജീവൻ പകർന്നു തരുന്നതാണ്. ഇത് ബുദ്ധിയുടെ മതമാണ്. കാരണം മനുഷ്യ ബുദ്ധിക്ക് യോജിക്കാത്ത ഒരു കാര്യവും ഈ ദീൻ നമ്മെ പഠിപ്പിക്കുന്നില്ല എന്നതാണ്. വിശുദ്ധ ഖുർആനിൽ ഇസ്ലാമിൽ നന്മയാണ് എന്ന് പറഞ്ഞ ഏതെങ്കിലും ഒരു കാര്യം അത് ശാസ്ത്രീയമായി കണ്ടെത്തിയോ അല്ലെങ്കിൽ മനുഷ്യൻ ആലോചിച്ച് കണ്ടെത്തിയോ അതൊരിക്കലും ഗുണകരമല്ല എന്ന് ഇതുവരെ ആർക്കും സമർത്ഥിക്കാൻ കഴിഞ്ഞിട്ടില്ല. അതേപോലെ തന്നെ ഇസ്ലാം തിന്മയാണ്, തെറ്റാണ്, അത് മനുഷ്യന്റെ ജീവിതത്തിൽ ഒരിക്കലും അവന് ഗുണമാവുകയില്ല എന്ന് പറഞ്ഞ ഏതെങ്കിലും ചെറുതോ വലുതോ ആയ ഒരു കാര്യം മനുഷ്യന് അതിൽ ഗുണമുണ്ട്, അതിൽ ഒരുപാട് ഉപകാരങ്ങളുണ്ട് എന്ന് പറയാനോ തിരുത്തി പറയാനോ അത് കണ്ടെത്തുവാനോ ഇതുവരെയും ആർക്കും കഴിഞ്ഞിട്ടില്ല. ഇനി ഒരിക്കലും അത് കഴിയുകയുമില്ല. കാരണം യുക്തിബന്ധുരമായ ഒരു ആദർശമായി കൊണ്ടാണ് ഇസ്ലാമിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സന്ദർഭത്തിൽ എനിക്കുണർത്താനുള്ളത്, നമ്മൾ ബുദ്ധിയുടെ മതം, മാനവതയുടെ ജീവൻ എന്ന പ്രതിമേയത്തെ അധികരിച്ചുകൊണ്ട് വൈവിധ്യങ്ങളായ പരിപാടികൾ ഈ ക്യാമ്പയിന്റെ ഭാഗമായി നടത്തുമ്പോൾ ഈ സന്ദേശം, പരിശുദ്ധ ഇസ്ലാമിന്റെ ഉന്നതമായ ഉത്തമമായ ഈ ദർശനങ്ങളെ, ഈ ആദർശങ്ങളെ മറ്റുള്ളവർക്ക് നമ്മുടെ ചുണ്ടുകളിൽ നിന്ന് ചുണ്ടുകളിലേക്ക്, മനസ്സുകളിൽ നിന്ന് മനസ്സുകളിലേക്ക്, സർവോപരി നമ്മുടെ ജീവിതത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൈമാറാൻ നമുക്ക് കഴിയണം. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിന് നമുക്ക് ഏവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅ്വാനാ അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അടുത്തതായി KNM ആദർശ ക്യാമ്പയിൻ സന്ദേശഗാനം. ആലാപനം ഹക്കീം ഉൽപ്പറ്റ. രചന നസീർ ചെറുവാടി. ഇസ്ലാഹി ആദർശ പ്രസ്ഥാനം, ഇസ്ലാമിക ദഅവത്തിനാസ്ഥാനം. ആദർശ ക്യാമ്പയിൻ തുടക്കമായി ആവേശത്തോടെ നാം ഉണരുകയായി. ഇസ്ലാഹി ആദർശ പ്രസ്ഥാനം, ഇസ്ലാമിക ദഅവത്തിനാസ്ഥാനം. ആദർശ ക്യാമ്പയിൻ തുടക്കമായി ആവേശത്തോടെ നാം ഉണരുകയായി. മാനവമോചനം ലക്ഷ്യമാക്കി ബുദ്ധിയുടെ മതം പ്രമേയമാക്കി ഖുർആനിൻ വെളിച്ചം പരത്തിടുന്നു, നാഥനിലേക്ക് ക്ഷണിച്ചിടുന്നു. മാനവമോചനം ലക്ഷ്യമാക്കി ബുദ്ധിയുടെ മതം പ്രമേയമാക്കി ഖുർആനിൻ വെളിച്ചം പരത്തിടുന്നു, നാഥനിലേക്ക് ക്ഷണിച്ചിടുന്നു. ഇസ്ലാഹി ആദർശ പ്രസ്ഥാനം, ഇസ്ലാമിക ദഅവത്തിനാസ്ഥാനം. ആദർശ ക്യാമ്പയിൻ തുടക്കമായി ആവേശത്തോടെ നാം ഉണരുകയായി. നിഷേധവും നിരാസവും തള്ളിമാറ്റി ഇസ്ലാമിനെ നമ്മൾ അറിഞ്ഞിടണം. ശരിയായ ധാർമ്മിക മൂല്യങ്ങളിൽ വഴികാട്ടിയ മതമാണ് അൽ ഇസ്ലാം. നിഷേധവും നിരാസവും തള്ളിമാറ്റി ഇസ്ലാമിനെ നമ്മൾ അറിഞ്ഞിടണം. ശരിയായ ധാർമ്മിക മൂല്യങ്ങളിൽ വഴികാട്ടിയ മതമാണ് അൽ ഇസ്ലാം. ഇസ്ലാഹി ആദർശ പ്രസ്ഥാനം, ഇസ്ലാമിക ദഅവത്തിനാസ്ഥാനം. ആദർശ ക്യാമ്പയിൻ തുടക്കമായി ആവേശത്തോടെ നാം ഉണരുകയായി. വായിച്ചും ചിന്തിച്ചും പഠിക്കുന്നോർക്ക് അതിവിസ്മയമാണ് ഖുർആൻ. ഖുർആനിൻ വിജ്ഞാന ലോകത്ത് കണ്ടെത്താം ദൈവിക ദൃഷ്ടാന്തം. വായിച്ചും ചിന്തിച്ചും പഠിക്കുന്നോർക്ക്
അതിവിസ്മയമാണ് ഖുർആൻ. ഖുർആനിൻ വിജ്ഞാന ലോകത്ത് കണ്ടെത്താം ദൈവിക ദൃഷ്ടാന്തം. ഇസ്ലാഹിയാദർശ പ്രസ്ഥാനം ഇസ്ലാമിക ദഅവത്തിനാസ്ഥാനം. ആദർശ ക്യാമ്പയിൻ തുടക്കമായി ആവേശത്തോടെ നാം ഉണരുകയായി. ഇസ്ലാഹിയാദർശ പ്രസ്ഥാനം ഇസ്ലാമിക ദഅവത്തിനാസ്ഥാനം. ആദർശ ക്യാമ്പയിൻ തുടക്കമായി ആവേശത്തോടെ നാം ഉണരുകയായി. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി ISM മുക്കം മണ്ഡലം പ്രസിഡന്റ് ബഹുമാന്യനായ ഇക്ബാൽ സുല്ലമി അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്ഹബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ബുദ്ധിയുടെ മതം മാനവികതയുടെ ജീവൻ എന്ന ആദർശ ക്യാമ്പയിനിന്റെ വേദിയിലാണ് നാം എല്ലാവരും ഇപ്പോൾ ഒരുമിച്ച് ചേർന്നിട്ടുള്ളത്. ആധുനിക കാലഘട്ടത്തിലേറെ നിത്യപ്രസക്തമായ ധാരാളം പ്രമേയങ്ങൾ സമൂഹത്തിന് മുമ്പിൽ സമർപ്പിച്ചിട്ടുള്ള കേരള നദൂത്തുൽ മുജാഹിദീൻ ഈ ഒരു വിഷയം ചർച്ച ചെയ്യാൻ തിരഞ്ഞെടുത്തു എന്നുള്ളത് ഏറെ പ്രാധാന്യം അർഹിക്കുന്നുണ്ട്. ഇന്ന് സമൂഹത്തിൽ ധാരാളം ജീർണതകളും അരാജകത്വങ്ങളും അധാർമികതകളും അരങ്ങുവായിരുന്നു എന്നതിൽ ആർക്കും തർക്കമില്ല. പക്ഷെ ഈ ജീർണതകൾക്കുള്ള പരിഹാരം എവിടെയെന്ന് അന്വേഷിക്കുമ്പോഴാണ് അവിടെ മതത്തിന്റെ പ്രസക്തി വർദ്ധിക്കുന്നതായി നാം കാണുന്നത്. ഇന്ന് ലോകം അനുഭവിക്കുന്ന സകല പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാരം അത് മതം മാത്രമാണ് എന്ന് നാം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. ഈ മതം കേവലം അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും അല്ല. പലപ്പോഴും ആളുകൾ ആക്ഷേപിക്കാറുണ്ട് അത് ചില വിശ്വാസങ്ങളുടെ പേരിൽ ചോദ്യം ചെയ്യാൻ പാടില്ലാത്ത ചില മൂല്യങ്ങളുടെ പേരിലാണ് മതം പടുത്തുയർത്തുന്നത്. ഒരിക്കലുമല്ല, മറിച്ച് ചിന്തിക്കുവാനും പഠിക്കുവാനും പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിക്കാനും ദൈവം നൽകിയ ബുദ്ധി പ്രയോജനപ്പെടുത്താനും ഇതുപോലെ ആവശ്യപ്പെട്ട മറ്റൊരു മതം ഇല്ല. അതുകൊണ്ട് തന്നെയാണ് ഇത് ബുദ്ധിയുടെ മതമാണ് എന്ന് പറയുന്നത്. ബുദ്ധിക്ക് എതിരായി വരുന്ന കാര്യങ്ങളല്ല ഈ മതത്തിന്റെ അടിസ്ഥാനം, മറിച്ച് ബുദ്ധിയിൽ നിന്നും ദൈവത്തെ കണ്ടെത്തുന്ന പ്രവർത്തനത്തിലൂടെയാണ് മതത്തിന്റെ മുന്നോട്ടുള്ള പ്രയാണം. ഇതിലാണ് മാനവികതയുടെ ജീവൻ നിലനിൽപ്പ് എന്നുള്ള തിരിച്ചറിവുണ്ടാകണം. അത് മനസ്സിലാക്കാനും ജീവിതത്തിൽ അതിന്റെ വെളിച്ചം ഉൾക്കൊള്ളുവാനും സമൂഹത്തിലേക്ക് ഈ ദീന് പ്രബോധനം നിർവഹിക്കാനും നമുക്ക് സാധിക്കണം. അതിന് ഈ ക്യാമ്പയിൻ നിമിത്തമാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ISM മുക്കം മണ്ഡല സമിതിയുടെ എല്ലാവിധ അഭിവാദ്യങ്ങളും ആശംസകളും അർപ്പിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ ഞാൻ വിരാമം കുറിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പരിപാടിയിൽ ആശംസകൾ അർപ്പിച്ച് സംസാരിക്കുന്നത് MSM മുക്കം മണ്ഡലം സെക്രട്ടറി ജദീർ PA സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. COVID-19 എന്ന മഹാവിപത്തിനെ അതീവ ജാഗ്രതയോടെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നാം. അല്ലാഹു ഈ വിപത്തിൽ നിന്നും നമ്മെ ഏവരെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. നിരീശ്വരവാദവും മതനിഷേധവും ഏറെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന പ്രമേയത്തെ ആസ്പദമാക്കിക്കൊണ്ട് കേന്ദ്രം സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ച ആദർശ ക്യാമ്പയിനിന്റെ ഭാഗമായി കേന്ദ്രം തിരുവമ്പാടി മണ്ഡലം സംഘടിപ്പിച്ച പ്രചരണോദ്ഘാടനത്തിലാണ് നാം ഏവരും ഒരുമിച്ച് കൂടിയിരിക്കുന്നത്. നമുക്കറിയാം, ഇസ്ലാം ബുദ്ധിക്കും ചിന്തയ്ക്കും ഏറെ പ്രാധാന്യം നൽകിയിരിക്കുന്ന മതമാണ്. ചിന്തിക്കുവാൻ വേണ്ടി ആഹ്വാനം നടത്തുകയും നിങ്ങൾ ചിന്തിക്കുന്നില്ലേ എന്ന് ആവർത്തിക്കുന്നതായും നമുക്ക് ഖുർആനിൽ കാണാവുന്നതാണ്. കേന്ദ്രം സംഘടിപ്പിക്കുന്ന ഈ ആദർശ ക്യാമ്പയിന് MSM മുക്കം മണ്ഡലത്തിന്റെ എല്ലാവിധ ആശംസകളും അറിയിക്കുകയാണ്. നമ്മുടെ ഈ ഒരുമിച്ച് കൂടൽ അള്ളാഹു ഒരു സ്വാലിഹായ അമലാക്കി സ്വീകരിക്കുമാറാകട്ടെ. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ പരിപാടിക്ക് ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നതിന് വേണ്ടി തിരുവമ്പാടി മണ്ഡലം MGM സെക്രട്ടറി സാജിദ ചന്നമംഗലൂർ
അവർകളെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ തിരുവമ്പാടി മണ്ഡലം സഹപ്രവർത്തകരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന ക്യാമ്പയിനെ ആസ്പദമാക്കിക്കൊണ്ട് തിരുവമ്പാടി മണ്ഡലം നടത്തിവരുന്ന പരിപാടിയിലാണ് നാം ഇപ്പോൾ ഉള്ളത്. ലോകം നേരിടുന്ന ഈ കോവിഡ് സാഹചര്യത്തിൽ ആശയപ്രചരണത്തിന് പുതിയ നൂതന മാർഗങ്ങൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ. KNM മർക്കസ് ദവ ഈ ഓഗസ്റ്റ് 14 മുതൽ 4 മാസം നീണ്ടു നിൽക്കുന്ന ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി നടത്തിവരുന്ന ആദർശ ക്യാമ്പയിൻ ഇതിനോടകം തന്നെ പ്രേക്ഷകർ ഇരുകൈകളും നീട്ടി സ്വീകരിച്ചു കഴിഞ്ഞു. അൽഹംദുലില്ലാ. സമൂഹത്തിലെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന വ്യക്തിത്വങ്ങൾ ഈ പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് വിലപ്പെട്ട അഭിപ്രായങ്ങളും ആശംസകളും അർപ്പിക്കുകയുണ്ടായി. അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും വർദ്ധിച്ചു വരുന്നതോടൊപ്പം സ്ത്രീ സുരക്ഷയുടെ കാര്യത്തിലും വളരെ പ്രയാസമേറിയ ഒരു കാലഘട്ടത്തിലൂടെയാണ് നാം കടന്നു പോകുന്നത്. അസ്വസ്ഥതയോടെ മുന്നോട്ട് പോകുന്ന മനസ്സിന് ആശ്വാസം നേരിടുന്നതാണ് ഈ ബുദ്ധിയുടെ മതം. അതുപോലെ തന്നെ പരസ്പരം വിശ്വസിച്ചും സഹകരിച്ചും പങ്കുവച്ചും കലഹിക്കാതെ മുന്നോട്ട് പോകുമ്പോഴാണ് മാനവികതയുടെ ജീവൻ എന്ന ആശയത്തിലേക്ക് നാം എത്തുന്നത്. KNM മർക്കസ് ദവയുടെ ഈ ആദർശ ക്യാമ്പയിന് എല്ലാവിധ ആശംസകളും തിരുവമ്പാടി മണ്ഡലം സെക്രട്ടറി എന്ന നിലയ്ക്ക് നേർന്നുകൊണ്ട് ഞാൻ നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അടുത്തതായി ആശംസകൾ അർപ്പിച്ചുകൊണ്ട് സംസാരിക്കുന്നത് തിരുവമ്പാടി മണ്ഡലം MGM സ്റ്റുഡൻസ് വിംഗ് സെക്രട്ടറി നെഹില പി. സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സത്യവിശ്വാസികളെ, ഏറ്റവും വലിയ ബുദ്ധിമാനായ മനുഷ്യന്റെ അവന്റെ ജീവിത ലക്ഷ്യവും ആ ലക്ഷ്യം സഫലമാകുന്നതിന് വേണ്ട വെളിച്ചവും നൽകുന്നത് അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ വചനങ്ങൾ തന്നെയാണ്. ഖുർആൻ ലോക സൃഷ്ടാവിന്റെ വാക്കുകളാണെന്നും മനുഷ്യ വിജയത്തിന്റെ വഴികാട്ടിയാണെന്നും അത് വായിക്കുമ്പോൾ വായനക്കാരന് ബോധ്യപ്പെടും. നിങ്ങൾ ബുദ്ധി പ്രയോഗിക്കുന്നില്ലേ, നിങ്ങൾ ചിന്തിച്ചു നോക്കുന്നില്ലേ എന്നാണ് ഖുർആൻ വീണ്ടും വീണ്ടും നമ്മോട് ചോദിക്കുന്നത്. അതിനാൽ മതത്തിന്റെ വിലപ്പെട്ട ഈ സന്ദേശം അത്രേ അവന്റെ ജീവിത വിജയത്തിന് നിദാനം എന്ന് നമുക്ക് കണ്ടെത്താം. KNM മർക്കസ് ദവ സംഘടിപ്പിക്കുന്ന ആദർശ ക്യാമ്പയിനിൽ എന്റെയും MGM സ്റ്റുഡൻസ് വിങ്ങിന്റെയും എല്ലാവിധ ആശംസകളും നേരുന്നു. അസ്സലാമു അലൈക്കും. ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന പ്രമേയത്തെ ആസ്പദമാക്കി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിന് വേണ്ടി KNM മർക്കസ് ദവ സംസ്ഥാന സെക്രട്ടറി ഡോക്ടർ ജാബിർ അമാനി അവർകളെ സ്നേഹപൂർവം ക്ഷണിക്കുന്നു. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബഹുമാന്യരായ സഹോദരങ്ങളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ, ഈ ശീർഷകത്തിൽ KNM മർക്കസ് ദഅവ സംഘടിപ്പിക്കുന്ന ആദർശ ക്യാമ്പയിന്റെ ഭാഗമായാണ് ഈ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുള്ളത്. പ്രമേയത്തെ സംബന്ധിച്ച് ഏതാനും ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. അള്ളാഹു നമ്മയേവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ലോകത്ത് കോടാനക്കോടി ജീവജാലങ്ങളുണ്ട്. സൂക്ഷ്മവും സ്ഥൂലവും സങ്കീർണവുമായ ജീവികൾ. മനുഷ്യനേക്കാൾ വിവിധ കഴിവുകളുള്ള ജീവജാലങ്ങൾ. മനുഷ്യൻ അവന്റെ പ്രവർത്തനങ്ങളിൽ ചിലതിനൊക്കെ അവലംബിക്കുന്ന ജീവജാലങ്ങൾ, ഉപയോഗപ്പെടുത്തുന്ന ജീവജാലങ്ങൾ. എന്നാൽ ഈ ജീവിവർഗങ്ങളിൽ നിന്ന് ഏറെ വ്യതിരിക്തനാണ് മനുഷ്യൻ. അവനെ വ്യത്യസ്തനാക്കുന്നത് അവന്റെ സവിശേഷ ബുദ്ധിയാണ്.
ഇതര ജീവജാലങ്ങൾക്കൊന്നുമില്ലാത്ത ഏറ്റവും പ്രാധാന്യമുള്ള സവിശേഷത. മനുഷ്യൻ മനുഷ്യനായിത്തീരുന്നത് ഈ സവിശേഷത ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. പഞ്ചേന്ദ്രിയങ്ങൾ വഴി ഒരു കാര്യത്തെ മനസ്സിലാക്കിയെടുക്കാനും നല്ലതിനെയും ചീത്തയെയും വേർതിരിച്ച് ഉൾക്കൊള്ളാനും കഴിയുന്ന പ്രകൃതത്തിലാണ് അള്ളാഹു മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത്. കണ്ണ് കാണാൻ മാത്രമാണ്, കാത് കേൾക്കാനാണ്. മനുഷ്യന്റെ ശരീരത്തിലെ വിവിധ അവയവങ്ങൾ അതിൻ്റെതായ ധർമ്മം നിർവഹിക്കുന്നു. ഈ ധർമ്മ നിർവഹണത്തെ പോലെ മനുഷ്യന് ബുദ്ധിശക്തിയുണ്ട്. മനസ്സിന്റെയും മസ്തിഷ്കത്തിന്റെയും സമന്വിതമായ പ്രവർത്തനങ്ങളിലൂടെ അവന്റെ ചിന്തയുടെ ആകാശത്തെ അവൻ വെട്ടിപ്പിടിക്കുന്നു. ലോകത്ത് നടന്നിട്ടുള്ള നിരവധി പുരോഗതികളും കണ്ടെത്തലുകളും ഗവേഷണങ്ങളും വികസനങ്ങളും ഈ മസ്തിഷ്കത്തെ അവലംബിച്ചുകൊണ്ടാണ്, ബുദ്ധിശക്തിയെ അവലംബിച്ചുകൊണ്ടാണ്. ഇത്രമേൽ വലിയ വികസന പുരോഗതികൾ മനുഷ്യൻ ബുദ്ധിശക്തി കൊണ്ട് നേടിയിട്ടുണ്ടെങ്കിലും ആ ബുദ്ധിയുടെ പരമമായ ദൗത്യം നന്മയും തിന്മയും വേർതിരിച്ചു മനസ്സിലാക്കുക എന്നതാണ്. ധർമ്മത്തിന്റെ പാതയിൽ ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ്. ആ ഭാഗധേയം നിർണയിക്കാൻ മനുഷ്യന് സാധിക്കാതെ വന്നാൽ അവൻ മൃഗതുല്യനോ മൃഗത്തെക്കാൾ അധപതിച്ചവനോ ആയി മാറും. മനുഷ്യന്റെ സവിശേഷത ബുദ്ധിശക്തിയെ ധർമാധർമ്മങ്ങളിൽ ശരിയായി ഉപയോഗപ്പെടുത്തുക എന്നതാണ്. മനുഷ്യന്റെ അധമത്വം ബുദ്ധിശക്തിയെ ശരിയായി ഉപയോഗപ്പെടുത്താതിരിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആൻ ഈ ഭാഗം കൃത്യമായി സൂചിപ്പിക്കുന്നുണ്ട്. ഇന്ന ശർറദ്ദവാബി ഇൻദല്ലാഹ്, അല്ലാഹുവിന്റെ അടുക്കൽ ഏറ്റവും വലിയ സൃഷ്ടികളിലെ അധമൻ അവൻ ലാ യഅഖിലൂന സുമ്മുൽ ബുക്കുമുൽ ലദീന ലാ യഅഖിലൂൻ, അവൻ ചിന്തിക്കാത്തവനാണ്. ചിന്തിക്കാത്തത് കൊണ്ട് തന്നെ അവന് ചെവിയുണ്ടായിട്ടും കാണാത്തവനെ പോലെ, ചെവിയുണ്ടായിട്ടും കേൾക്കാത്തവനെ പോലെ, കണ്ണുണ്ടായിട്ടും കാണാത്തവനെ പോലെ ബധിരനും മൂഖനുമായി പരിഗണിക്കുകയാണ്. അവയവങ്ങളുടെ ധർമ്മം ശരിയായി നിർവഹിക്കുമ്പോഴാണ് മനുഷ്യന് മനുഷ്യൻ എന്ന വിളിപ്പേരിന് അർഹനായി തീരുന്നത്. വലഖദ് കറംനാ ബനി ആദം, വിശുദ്ധ ഖുർആൻ മനുഷ്യനെ സംബന്ധിച്ച് സൂചിപ്പിച്ചിട്ടുള്ള വചനമാണിത്. ആദമിന്റെ സന്തതികളെ നാം ആദരിച്ചിരിക്കുന്നു. ഏറ്റവും കൂടുതൽ സൃഷ്ടികളിൽ ആദരണീയത നേടിയിട്ടുള്ളത് മനുഷ്യനാണ്. ആ മനുഷ്യൻ ആദരണീയത നേടുന്നത് അവനവന്റെ അസ്തിത്വത്തെ തിരിച്ചറിയുമ്പോഴാണ്, അവന്റെ ധർമ്മം തിരിച്ചറിയുമ്പോഴാണ്, അവന്റെ സവിശേഷമായ വിവേചന ബുദ്ധി ഉപയോഗപ്പെടുത്തി ജീവിക്കുമ്പോഴാണ്. അവൻ ഏറ്റവും വലിയ അധമനായി തീരുന്നത് അത് ഉപയോഗിക്കാതെ വരുമ്പോഴാണ്. മനുഷ്യൻ അവന്റെ ആത്യന്തികമായ ജീവിത ലക്ഷ്യമായ സ്വർഗപ്രവേശനം നേടാതെ വരുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം വിശദീകരിക്കവേ വിശുദ്ധ ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുള്ള കാര്യം അവൻ അവന്റെ ബുദ്ധിശക്തിയെ ഉപയോഗപ്പെടുത്തിയില്ല എന്നതാണ്. ലൗ കുന്നാ നസ്മഉ ഔ നഅഖിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, സൂറ മുൽക്കിലെ 10-ാമത്തെ വചനത്തിൽ അല്ലാഹു പറയുന്നു, അവർ കേൾക്കുകയും അവർ ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ, പരലോകത്ത് വെച്ചുകൊണ്ട് അവർ പറയുകയാണ്, ഞങ്ങൾ കേൾക്കുകയും ഞങ്ങൾ ചിന്തിക്കുകയും ചെയ്തിരുന്നുവെങ്കിൽ മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ, ഞങ്ങൾ ഈ നരകാവകാശികളാകുമായിരുന്നില്ല എന്ന്. വിശുദ്ധ ഖുർആൻ മനുഷ്യനിൽ അവന്റെ വ്യതിരിക്തതയായ ബുദ്ധിയെ എത്രമാത്രം ഉപയോഗപ്പെടുത്തണം എന്നതിലേക്ക് ഈ വചനം സൂചനയായി നൽകുകയാണ്. മനുഷ്യന്റെ ആദിമാവസ്ഥ എന്നത് ഭ്രൂണമാണ്. ഇന്ദ്രിയ ബിന്ദുവിൽ നിന്ന് ഭ്രൂണമായി അവൻ മാറുന്നു. ഭ്രൂണത്തിന് അലഖ് എന്ന പദമാണ് ഉപയോഗിക്കുന്നത്. ഐൻ ലാം ഖാഫ്. മനുഷ്യന്റെ ബുദ്ധിക്കും അറബിയിൽ
അഖൽ എന്നാണ് പറയുക. ഐൻ, ലാം, ഖാഫ്. അലഖിലും അഖലിലും ഈ 3 അക്ഷരങ്ങൾ അന്തർലീനമായിട്ടുണ്ട്. മനുഷ്യന്റെ ആദിമാവസ്ഥയിൽ ഉപയോഗിച്ചിട്ടുള്ള പദം വ്യത്യസ്ത ഘടനയോടുകൂടി വിന്യസിക്കപ്പെടുമ്പോൾ ബുദ്ധി എന്ന പദം ലഭിക്കുകയാണ്. ഈ വ്യത്യസ്തത ഒരു സാഹിത്യ കൗതുകമായി, സൗന്ദര്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. വിശുദ്ധ ഖുർആൻ വിവിധ പദങ്ങളിലൂടെ ബുദ്ധിയെക്കുറിച്ച് പരാമർശിക്കുന്നുണ്ട്. ബസ്വർ, ലുബ്, നുഹ, തദബ്ബുർ, ഫിക്ർ, അഖ്ല്, ഹിജ്ർ, ഫുആദ്, ഖൽബ്, ഹിൽമ്, ഹിക്മ. ഇങ്ങനെ വിവിധങ്ങളായ പദപ്രയോഗങ്ങളിലൂടെയും പദത്തിലൂടെയും മനുഷ്യന്റെ സവിശേഷതയായ ബുദ്ധി, ബുദ്ധിയുടെ ഉപയോഗപ്പെടുത്തൽ എന്നിവ പരാമർശിക്കുന്നു. ഖുർആനിൽ മിക്ക അറബി പദങ്ങളും നാമത്തിലും ക്രിയാരൂപത്തിലും ഉപയോഗിച്ചിട്ടുണ്ട്. എന്നാൽ നാമം എന്ന പദം വരാത്ത, നാമരൂപത്തിൽ ഉപയോഗിക്കാത്ത ഖുർആനിലെ പദങ്ങളിൽ ഒന്ന് അഖ്ല് എന്ന പദമാണ്. തലച്ചോറുണ്ടായതുകൊണ്ട് ചിന്തിക്കണം എന്നില്ല, മനസ്സുണ്ടായതുകൊണ്ട് മനനം നടത്തണം എന്നില്ല. കണ്ണുണ്ടായാൽ കാണും, ചെവിയുണ്ടായാൽ കേൾക്കും, കൈയുണ്ടായാൽ ചലിക്കും, ചുണ്ടുണ്ടായാൽ ചലിക്കും. ഇങ്ങനെ മനുഷ്യന്റെ ഇതര അവയവങ്ങൾ പ്രത്യേകമായ ഇടപെടലുകൾ നടത്താതെ തന്നെ, അഥവാ ബോധപൂർവമായി തന്നെ അവ അതിന്റെ ധർമ്മങ്ങൾ നിർവഹിക്കും. എന്നാൽ തലച്ചോർ എന്ന് പറയുന്ന അവയവം, ബ്രെയിൻ എന്ന് പറയുന്ന അവയവം മനുഷ്യന്റെ ശരീരത്തിൽ ഉണ്ടായി എന്നതുകൊണ്ട് അവരെ ചിന്തിക്കണം എന്നില്ല. അവൻ ബോധപൂർവമായി ഇടപെടണം. ആ ഇടപെടൽ അവനിൽ നിന്നു തന്നെ ഉണ്ടായിരിക്കേണ്ട ഒരു ധർമ്മമാണ്. ആ ധർമ്മം ഉണ്ടാകുമ്പോഴാണ്, അഥവാ ക്രിയ നടക്കുമ്പോഴാണ്, പ്രവൃത്തി നടക്കുമ്പോഴാണ് ആലോചന ഉണ്ടായിത്തീരുന്നത്. അതുകൊണ്ട് തന്നെ നാമരൂപത്തിൽ ഉപയോഗിക്കാതെ ക്രിയാരൂപത്തിലാണ് അഖ്ല് എന്ന പദത്തിന്റെ പ്രയോഗം വിശുദ്ധ ഖുർആനിൽ കാണാൻ സാധിക്കുന്നത്. ഈ വസ്തുത വിവിധ പണ്ഡിതന്മാർ രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. മനുഷ്യന്റെ തലച്ചോറിന്റെ ധർമ്മം, ബുദ്ധിയുടെ ധർമ്മം ചിന്തിക്കുക എന്നതായിരിക്കണം. ഒരു മനുഷ്യൻ തെറ്റുകാരനായി തീരുന്നത് ഈ ചിന്ത ഉപയോഗപ്പെടുത്താതെ വരുമ്പോഴാണ്. മനുഷ്യന്റെ ദേഹേച്ഛ, ആ ദേഹേച്ഛയെ പിൻപറ്റുമ്പോൾ ബുദ്ധി മരവിച്ചു പോകുന്നു, അത് തിന്മയ്ക്കു കാരണമായി തീരുന്നു. ഊഹത്തിന്റെ പിന്നാലെ പോകുമ്പോൾ വേർതിരിവ് നഷ്ടപ്പെടുന്നു, അത് ചിന്താശൂന്യതയ്ക്ക് കാരണമായി തീരുന്നു, അത് തിന്മയിലേക്കുള്ള വഴിയായി മാറുന്നു. പ്രപിതാക്കന്മാരായ ആളുകൾ പറയുന്ന കാര്യങ്ങൾ അപ്പടി അനുസരിക്കുകയും പിന്തുടരുകയും ചെയ്യുമ്പോൾ മനുഷ്യൻ അവന്റെ വിവേചന ബുദ്ധിയെ ഉപയോഗപ്പെടുത്താതെ വരുന്നു, അത് തിന്മയ്ക്കു കാരണമായി തീരുന്നു. മനുഷ്യൻ അധികാരികളായ ആളുകളെ ഭയത്തിന്റെ പേരിലോ പ്രീതിയുടെ പേരിലോ പിന്തുടരുമ്പോൾ, ശരിയും തെറ്റും മനസ്സിലാക്കാതെ അതിന്റെ പിന്നാലെ പോകുമ്പോൾ ബുദ്ധി നശിക്കുന്നു, ബുദ്ധി ഉപയോഗപ്പെടുത്താതെ വരുന്നു, അത് തിന്മയ്ക്ക് കാരണമായി മാറുകയും ചെയ്യുന്നു. പൗരോഹിത്യം വിവിധ തരത്തിലുള്ള കാര്യങ്ങൾ മനുഷ്യനോട് പറയുന്നു, അതിൽ ശരി തെറ്റുകൾ വേർതിരിക്കാതെ അതിന്റെ പിന്നാലെ പോകുന്നു. പണ്ഡിതരല്ലേ, പുരോഹിതന്മാരല്ലേ എന്ന പരിഗണന മാത്രമാണ് കൊടുക്കുന്നത്. അവിടെയും അവന്റെ ബുദ്ധിശക്തി അവൻ ഉപയോഗപ്പെടുത്താതെ വരുന്നു, അവൻ തിന്മയ്ക്ക് കാരണമായി മാറുന്നു, അവൻ തിന്മ ചെയ്യുന്നു. ധാരാളം ആളുകൾ ഈ ലോകത്തുണ്ട്. ഭൂരിപക്ഷത്തിന്റെ പേരിൽ ഒരു കാര്യം തീരുമാനിക്കുന്നതാണ് ബുദ്ധി എന്ന് മനസ്സിലാക്കി ഭൂരിപക്ഷത്തിനനുസരിച്ച് നിലപാടെടുക്കുന്നു. ഒരുപക്ഷെ സത്യം ന്യൂനപക്ഷത്തിന്റെ കൂടെയായിരിക്കാം. അവിടെയും ഭൂരിപക്ഷം എന്ന പരിഗണന വരുന്നതോടുകൂടി മനുഷ്യന്റെ വിവേചന ബുദ്ധിയാണ് ഇല്ലാതായി തീരുന്നത്, അത് തിന്മയ്ക്കു കാരണമായി തീരുന്നു. അഥവാ ഖുർആൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചിട്ടുള്ള ഈ വിവിധ ഘടകങ്ങൾ ബുദ്ധിയുടെ നഷ്ടത്തിന്റെ ഘടകങ്ങളായി, തിന്മയുടെ മാർഗങ്ങളായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. സൂറ റൂമിലെ 29-ാമത്തെ വചനത്തിൽ അൽ ഹവ എന്ന പദവും, സൂറ നജ്മിലെ 28-ാമത്തെ വചനത്തിൽ ലന്ന് എന്ന പദവും, സുഹ്റഫ് 23-ാം വചനത്തിൽ അൽ അബഇയ എന്ന പദവും, അഹ്സാബ് 67-ാമത്തെ വചനത്തിൽ ഇത്തിബാഉ സാദ എന്ന വിഷയവും, തൗബ 31-ൽ അർ-റുഹ്ബാൻ പൗരോഹിത്യം എന്ന വിഷയവും, ഗാഫിർ 57-ാമത്തെ വചനത്തിൽ ഭൂരിപക്ഷത്തെ പിന്തുണക്കുക എന്ന ഭാഗവും
ഖുർആൻ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ചിന്തയിൽ നിന്ന് തെറ്റിപ്പോകുന്ന മാർഗങ്ങളായിട്ട് ഇവയെ പരാമർശിച്ചിട്ടുണ്ട്. ഇസ്ലാം ഇത്രമേൽ ചിന്തയ്ക്ക് പ്രാധാന്യം നൽകുന്നത് പോലെ തന്നെ എന്തും ചിന്തിക്കുവാനും ഏതു തരത്തിൽ ചിന്തിച്ചു പ്രവർത്തിക്കുവാനുമുള്ള ഒരു സ്വാതന്ത്ര്യം നൽകിയിട്ടില്ല. എന്നാൽ മനുഷ്യനതിന് കഴിവുണ്ട് എന്നു മാത്രമേയുള്ളൂ. ചിന്താ സ്വാതന്ത്ര്യം എന്നതിന്റെ പേരിൽ ലോകത്ത് വിവിധങ്ങളായ ദർശനങ്ങൾ വന്നിട്ടുണ്ട്. ലിബറലിസവും ഹ്യൂമനിസവും അതിന്റെ ഭാഗമായി ഉദയം ചെയ്തിട്ടുള്ള പ്രത്യയശാസ്ത്രമാണ് ഏതും ചിന്തിക്കാനും എന്തും ചിന്തിക്കുവാനുമുള്ള മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കയറൂരി വിട്ടിരിക്കുന്നു. അങ്ങനെയാണ് സ്തന്യം നൽകിയ മാതാവിന്റെ സ്തന സൗന്ദര്യം വിവരിക്കേണ്ടി വരുന്നത്. മാതൃശരീരത്തിൽ മാംസളതയിൽ അവന്റെ കാമം ഉപയോഗപ്പെടുത്തുന്നത് അതും ചിന്തയുടെ ഭാഗമായി വരുന്നതു തന്നെയാണ്. എങ്ങനെ ഒരു സമൂഹത്തെ നശിപ്പിക്കാം എന്നതും ചിന്തയുടെ ഭാഗമാണ്. എങ്ങനെയാണ് കുതന്ത്രങ്ങൾ ഉണ്ടാക്കുക എന്നതും ചിന്തയുടെ ഭാഗമാണ്. പക്ഷേ വിശുദ്ധ ഖുർആൻ, ഇസ്ലാമിക അധ്യാപനങ്ങൾ ഇവിടെ ചില മാർഗങ്ങൾ പറയുന്നുണ്ട്. നന്മയുടെ വഴിയിലായിരിക്കണം അവൻ ചിന്തിക്കേണ്ടത്. ധർമ്മത്തിന്റെ വഴിയിലായിരിക്കണം അവൻ ചിന്തിക്കേണ്ടത്. അതിനാൽ ചിന്ത കാടുകയറിപ്പോകുന്നതിനെയും ചിന്താശൂന്യതയെയും ചിന്താരാഹിത്യത്തെയും ചിന്തയുടെ കാടുകയറ്റത്തെയും ഇസ്ലാം കൃത്യമായി നിയന്ത്രിക്കുന്നുണ്ട്. ഒരു മധ്യമമായ രീതിയാണ് അവിടെ സ്വീകരിക്കേണ്ടത് എന്ന് ഖുർആൻ രേഖപ്പെടുത്തുകയും ചെയ്യുന്നു. നമുക്കറിയാം, ലോകം അധുനാതനമായി വളരുകയാണ്. പൂർവകാലങ്ങളിൽ ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ നടത്തിയ സമയത്ത് അത്തരത്തിലുള്ള ശാസ്ത്രജ്ഞന്മാർക്കെതിരിൽ മതപുരോഹിതന്മാർ നിയമം സ്വീകരിക്കുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിരുന്നു. പ്ലാറ്റോയിന്റെയും അരിസ്റ്റോട്ടിലിന്റെയും ഗലീലിയയുടെയും ഒക്കെ കഥകൾ നമുക്കറിയാൻ കഴിയുന്നതാണ്. ചുട്ടുകൊന്നിരുന്നു ശാസ്ത്രജ്ഞരെ, വധഭീഷണിപ്പെടുത്തിയിരുന്നു ശാസ്ത്രജ്ഞരെ, കാരാഗ്രഹത്തിലടത്തിരുന്നു ശാസ്ത്രജ്ഞരെ. കാരണം മതം കൈകാര്യം ചെയ്യേണ്ട വിഷയങ്ങളിൽ ശാസ്ത്രം ഇടപെടുന്നു എന്നതായിരുന്നു അന്നത്തെ പരാതി. എന്നാൽ മനുഷ്യന്റെ ശരിയായ ചിന്തയിലൂടെ രൂപപ്പെടുത്തിയെടുക്കുന്ന ആലോചനകൾ, ചിന്തകൾ, ശാസ്ത്രീയമായ കണ്ടുപിടുത്തങ്ങൾ, നന്മയുടെ മാർഗത്തിലേക്ക് വരുന്ന വിവിധങ്ങളായിട്ടുള്ള വികസനങ്ങൾ, ആ വികസനങ്ങൾക്ക്, ശാസ്ത്രീയ കണ്ടുപിടുത്തങ്ങൾക്ക് ഒരിക്കലും മനുഷ്യന്റെ ചിന്ത തടസ്സമാകാൻ പാടില്ല എന്നും മതം അതിനെതിരായി മാറുകയില്ല എന്നുമാണ് ഖുർആൻ പ്രഖ്യാപിക്കുന്നത്. ശരിയായ ജ്ഞാനാന്വേഷണത്തിന്റെ ഭാഗമായി രൂപപ്പെടുത്തിയെടുക്കുന്ന അടിസ്ഥാന യാഥാർത്ഥ്യമായിട്ടുള്ള ശാസ്ത്ര സത്യങ്ങളെ ഇസ്ലാം ദൈവത്തിലേക്കുള്ള വഴിയായിട്ടാണ് മനസ്സിലാക്കുന്നത്. ശാസ്ത്രത്തിലേക്ക്, ദൈവത്തിലേക്ക് എന്ന പരാമർശമാണ് ഇസ്ലാമിൽ മൗലികമായി നമുക്ക് കാണാൻ സാധിക്കുന്നത്. പൂർവികമായ ചില ക്രൈസ്തവ മതങ്ങളിൽ ശാസ്ത്രജ്ഞന്മാർക്കെതിരെ സ്വീകരിച്ചിരുന്ന ഇത്തരത്തിലുള്ള അപകടകരമായ സമീപനങ്ങൾ മതമായ ഇസ്ലാം ഒരിക്കലും ഉൾക്കൊള്ളുന്നില്ല എന്ന് ശരിയായി നാം തിരിച്ചറിയേണ്ടതുണ്ട്. അഥവാ മനുഷ്യന്റെ സവിശേഷമായ അസ്തിത്വത്തെ തിരിച്ചറിയാൻ കഴിയുന്നുവെങ്കിൽ അവിടെയാണ് ബുദ്ധിയെ യഥാർത്ഥത്തിൽ മനുഷ്യന് ഉപയോഗപ്പെടുത്താൻ കഴിയുന്നത്. നാം ചിന്തിക്കേണ്ടത് ഈ ബുദ്ധിശക്തിയെ നമ്മളുടെ വേർതിരിവിന്റെ, വിവേചനാധികാരത്തിന്റെ ഭാഗം ഉപയോഗപ്പെടുത്തി ആത്യന്തികമായ ലക്ഷ്യം നേടാൻ കഴിയേണ്ടതുണ്ട്. ഏതാണ് ഈ ബുദ്ധി വഴി അവന് നേടാൻ കഴിയുന്നത്? വിശുദ്ധ ഖുർആൻ അവതരിപ്പിക്കുന്ന വിശ്വാസ കാര്യങ്ങൾ, ആ വിശ്വാസ കാര്യങ്ങൾ ബുദ്ധിപരമായിട്ടാണ് സമർപ്പിക്കുന്നത്. ഏറ്റവും മൗലികമായ ദൈവവിശ്വാസം എടുക്കുക. നിങ്ങൾ അന്ധമായി ദൈവവിശ്വാസിയാകണം എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നില്ല. മറിച്ച് ആകാശലോകത്തിലെ, ഭൗമലോകത്തിലെ, പ്രപഞ്ചത്തിലെ വിവിധങ്ങളായ അത്ഭുതങ്ങൾ അവന്റെ മുമ്പിൽ കാഴ്ചവെക്കുകയാണ്. ഉദാഹരണമായി, ആകാശത്തിലൂടെ ചിറകിട്ടടിച്ചു പറക്കുന്ന പക്ഷിയെ നോക്കാൻ ഖുർആൻ ആവശ്യപ്പെടുന്നു. മരുഭൂമിയിൽ ജീവിക്കുന്ന, ആഴ്ചകളോളം ഭക്ഷണം ലഭിക്കാതെ ജീവിക്കാൻ സാധ്യമാകുന്ന തരത്തിൽ ക്രമീകരിച്ചിട്ടുള്ള ഒട്ടകത്തെ പരിശോധിക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നു. ഖഗോളങ്ങളെയും നക്ഷത്രങ്ങളെയും നെബുലകളെയും ഗാലക്സികളെയും താരാസമൂഹത്തെയും കുറിച്ചു പഠിക്കാൻ, മനസ്സിലാക്കാൻ മനുഷ്യനോട് ആവശ്യപ്പെടുന്നു. മനുഷ്യന്റെ ശരീരത്തിൽ വിവിധങ്ങളായ സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങളെ കുറിച്ച് ചിന്തിക്കാൻ ആവശ്യപ്പെടുന്നു. പ്രത്യുൽപാദന വ്യവസ്ഥ, ദഹന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, അസ്ഥി വ്യവസ്ഥ തുടങ്ങിയിട്ടുള്ള വിവിധ സിസ്റ്റം മനുഷ്യന്റെ ശരീരത്തിലുണ്ട്. അത് ചക്രവാളങ്ങളിൽ കാണാൻ കഴിയുന്ന അത്ഭുതങ്ങളിലേക്ക്, ആകാശഭൂമി ലോകത്തു കാണാൻ കഴിയാവുന്ന അത്യത്ഭുതകരമായ സംവിധാനങ്ങളിലേക്ക്, മനുഷ്യന്റെ ശരീരത്തിൽ വിന്യസിക്കപ്പെട്ടിട്ടുള്ള അത്ഭുതകരമായ സംവിധാനങ്ങളിലേക്ക്, ഇവയിലേക്കൊക്കെയും മനുഷ്യനോട് അവന്റെ ചിന്തയെയും അവന്റെ മനനത്തെയും ഉപയോഗപ്പെടുത്തുവാൻ ഖുർആൻ ആവശ്യപ്പെടുന്നു. എന്നിട്ട് ഖുർആൻ അവസാനിപ്പിക്കുന്നത്
റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില സുബ്ഹാനക ഫഖിനാ അദാബന്നാർ എന്നതാണ്. ഒരു ചെറിയ വസ്തു ഉണ്ടാകണമെങ്കിൽ അതിന്റെ പിന്നിൽ ഒരു നിർമ്മാതാവ് ആവശ്യമാണ്. ഒരു മൊട്ടുസൂചി സ്വയംഭൂവായി ഭൂമിയിലേക്ക് വരുന്നില്ല. എന്തിനേറെ ഒരു അതിസൂക്ഷ്മമായ ഒരു വൈറസ് പോലും ഭൂമിയിൽ അതിനെ സൃഷ്ടിക്കുന്ന ഒരു സൃഷ്ടാവില്ലാതെ കടന്നു വരുന്നില്ല. ഏതൊരു കാര്യത്തിന്റെയും പിന്നിൽ ഒരു കാരണമുണ്ട്. ആ കാരണത്തെ കണ്ടെത്താൻ മനുഷ്യന്റെ ബുദ്ധിക്ക് കഴിയുമ്പോഴാണ് ആ ബുദ്ധി ശരിയായ മാർഗം തേടുന്നത്. ദൈവവിശ്വാസത്തെ ഖുർആൻ അങ്ങനെയാണ് പരിചയപ്പെടുത്തുന്നത്. അവലം യറൗ ഇല ത്വയ്രി മുസഖറാത്തിൻ ഫീ ജൗവി സമാ മാ യുംസികുഹുന്ന ഇല്ലല്ലാഹ്. ആർട്ടിക് ടേൺ പക്ഷിയെ കുറിച്ച് നമുക്ക് പരിചയമുള്ളത്. ആർട്ടിക് മുതൽ അന്റാർട്ടിക് വരെയുള്ള വിവിധ ഭാഗങ്ങളിൽ കിലോമീറ്ററുകളോളം 25,000-ലധികം കിലോമീറ്ററുകളോളം താണ്ടി ദേശാന്തര ഗമനം നടത്തുന്ന പക്ഷികളുണ്ട്. ആർട്ടിക് ടേൺ അതിന് ഉദാഹരണമാണ്. ആ പക്ഷികൾ ആകാശലോകത്ത് ദിവസങ്ങളോളം ചിറക് വിടർത്തി പറന്നു പോകുമ്പോൾ അവർക്ക് വിശ്രമിക്കാൻ അവിടെ ഒരു താവളമില്ല. എവിടെയെങ്കിലും നിൽക്കണം എന്നവർക്ക് നിൽക്കാൻ അവർക്ക് കഴിയില്ല. ഭക്ഷണമോ അത് കൊത്തിപ്പിടിക്കാൻ ആകാശത്തിൽ സംവിധാനങ്ങളില്ല. പക്ഷേ ആ ജീവി, ആ പക്ഷി അത്രമേൽ ദൂരം സഞ്ചരിക്കുമ്പോൾ ആരാണ്? മാ യുംസികുഹുന്ന ഇല്ലർ റഹ്മാൻ ഇല്ലല്ലാഹ്. പരമകാരുണികനായ അല്ലാഹു അല്ലാതെ മറ്റാരും ആ പക്ഷിയെ പിടിച്ചു നിർത്തുന്നില്ല. എങ്കിൽ മരുഭൂമിയിലെ മരുക്കപ്പലായ ഒട്ടകത്തിലേക്ക് നോക്കാൻ ആവശ്യപ്പെടുന്നു. ആ ഒട്ടകത്തിലേക്ക് നോക്കുമ്പോഴും മനുഷ്യന് കണ്ടെത്താൻ കഴിയുന്നത് അതിന്റെ പിന്നിൽ ഒരു സൃഷ്ടാവുണ്ട് എന്നതാണ്. അഫലാ യൻദുറൂന ഇലൽ ഇബ്ലി കൈഫ ഖുലിഖത് വഇലസ് സമാഇ കൈഫ റുഫിഅത് വഇലൽ അർളി കൈഫ നുസിബത് വഇലൽ ജിബാലി കൈഫ നുസിബത്. വിശുദ്ധ ഖുർആനിൽ നമുക്ക് പരിചയമുള്ള ഒരു വചനമാണിത്. അതെ, ദൈവമുണ്ടെന്ന് പറഞ്ഞ് അന്ധമായി അതിന്റെ പിന്നാലെ പോകാനുള്ള കൽപ്പനയല്ല, മറിച്ച് കാര്യകാരണ ബന്ധങ്ങളിലൂടെ എങ്ങനെ ദൈവമുണ്ട് എന്ന് സ്ഥാപിക്കുകയും മനുഷ്യന്റെ ചിന്തയിലേക്ക് വളരെ കൃത്യമായ ആലോചനകൾ നൽകി മനനം നൽകാൻ ആവശ്യമായ സൗകര്യങ്ങൾ നൽകി സൃഷ്ടാവിനെ കണ്ടെത്തുകയും ആ സൃഷ്ടാവിനെ മാത്രം ആരാധിക്കുകയും ചെയ്യണം എന്ന അടിസ്ഥാന പാഠമാണ് മനുഷ്യന് നൽകുന്നത്. അഥവാ ചിന്തിക്കുന്നവർക്ക് ദൃഷ്ടാന്തമുണ്ട്. ആ ദൃഷ്ടാന്തം എന്ത്? ഈ പ്രപഞ്ചത്തിൽ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാത്തില, ഇത് വെറുതെ ഉണ്ടാക്കിയതല്ല എന്ന ബോധ്യം അവനുണ്ടായിത്തീരുന്നു എന്നതാണ് അവനിൽ ഏറ്റവും പ്രധാനമായ ദൃഷ്ടാന്തം എന്ന് പറയുന്നത്. അவ்விதം ഏകദൈവാരാധനയിലേക്ക് മനുഷ്യനെ കൊണ്ടുപോകാൻ കഴിയുന്നു. ഈ ഭൂമിയിൽ മനുഷ്യന് ജീവിക്കുമ്പോൾ നന്മയും തിന്മയും അവന് കണ്ടെത്താൻ കഴിയും. പക്ഷേ ആ നന്മയും തിന്മയും അവന് സൃഷ്ടിക്കാൻ സാധ്യമല്ല. ഏതാണു നന്മ ഏതാണു തിന്മ എന്ന് ഒരു വസ്തുവിൽ നിന്ന് വേർതിരിച്ചെടുക്കാനുള്ള സവിശേഷ ബുദ്ധി മനുഷ്യനുണ്ട്. പക്ഷേ നന്മയെ സൃഷ്ടിക്കാൻ, തിന്മയെ സൃഷ്ടിക്കാൻ, അതിന്റെ ആദിമാവസ്ഥയിൽ അതിന്റെ സൃഷ്ടിത്വം നൽകാൻ മനുഷ്യനു സാധ്യമല്ല. അതുകൊണ്ട് തന്നെയാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ E=mc² എന്ന സൂത്രവാക്യം കണ്ടെത്തിയത് മനുഷ്യന്റെ പുരോഗതിക്ക് വേണ്ടിയാണ്, ഊർജോൽപാദന രംഗത്തെ പ്രതിസന്ധിയുടെ പരിഹാരമായിട്ടാണ്. പക്ഷേ ആ സൂത്രവാക്യം തന്നെയാണ് തിന്മയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തിയിട്ടുള്ളതും. അഥവാ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏതു നന്മ ഏതു തിന്മ എന്ന് കണ്ടെത്താൻ അവന്റെ ബുദ്ധിക്കു സാധ്യമാണ്. അതിനാവശ്യമായിട്ടുള്ള ഘടകങ്ങളിലേക്ക്, ബന്ധങ്ങളിലേക്ക്, കാര്യകാരണങ്ങളിലേക്ക് അവൻ പോകണം എന്നു മാത്രമേയുള്ളൂ. അപ്പോൾ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് വ്യഭിചാരമാണോ വിവാഹമാണോ വിശുദ്ധമായിട്ടുള്ളത് എന്ന് പറഞ്ഞു തരാൻ ശാസ്ത്രത്തിനു സാധ്യമാവുകയില്ല. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ശരീര സമ്പർക്കം വിവാഹത്തിലൂടെ വിശുദ്ധമാണെന്നും വ്യഭിചാരത്തിലൂടെ നിഷിദ്ധമാണെന്നും പറയാൻ ശാസ്ത്രീയ ഗവേഷണങ്ങൾക്കു സാധ്യമല്ല. രണ്ടിന്റെയും ഭൗതികമായ ഫിസിക്കൽ അപ്പിയറൻസോ അല്ലെങ്കിൽ ഫിസിക്കൽ രീതികളോ ഭൗതികമായ സാഹചര്യങ്ങളോ രൂപകങ്ങളോ ഒരുപക്ഷെ ഒരേപോലെയാണ് ശാസ്ത്രത്തിന്റെ മുന്നിൽ ഉള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. പക്ഷേ അവിടെ അതിനെ വേർതിരിക്കാൻ മതത്തിനു മാത്രമേ കഴിയൂ, ദൈവത്തിനു മാത്രമേ കഴിയൂ. എനിക്ക് വിശക്കുന്നുണ്ട്, ഞാൻ ഭക്ഷണം കഴിക്കുന്നു. ആ ഭക്ഷണം എനിക്ക് വിഹിതമായതാണോ, അനുവദനീയമായതാണോ, ഹലാലാണോ എന്ന് തീരുമാനിക്കാൻ ശാസ്ത്രത്തിനു സാധ്യമല്ല. ശാസ്ത്രത്തിന്റെ കഴിവ് അവിടെയല്ല, ശാസ്ത്ര മാനദണ്ഡങ്ങളും അവിടെയല്ല. എന്നാൽ എനിക്കെപ്പോഴാണ് ഒരു വസ്തു ഹലാലായി തീരുന്നത്, എനിക്കെപ്പോഴാണ് ഒരു വസ്തു ഹറാമായി തീരുന്നത്, എനിക്കെപ്പോഴാണ് ഒരു വസ്തു ത്വയ്യിബായി തീരുന്നത് എന്ന് എനിക്ക് ബോധ്യമാകണം എങ്കിൽ അവിടെയാണ് മതത്തിന്റെ പ്രസക്തിയുള്ളത്. അതെ, വിശുദ്ധ ഖുർആൻ ഈ സന്ദേശമാണ് മനുഷ്യന് നൽകുന്നത്.
ഏതാണു തിന്മ, ഏതാണു നന്മ, സൂക്ഷ്മതയോട് യോജിക്കുന്നത്, ധർമ്മത്തിനോട് യോജിക്കുന്നത്, അധർമ്മമായി മാറുന്നത്, അധമാവസ്ഥ, ഇത് മനുഷ്യന്റെ മനസ്സിന് കൃത്യമായ ബോധനം നൽകപ്പെടുന്നുണ്ട്. ആ ബോധനം നൽകപ്പെടുക എന്നത് വേദഗ്രന്ഥത്തിലൂടെയാണ് ലഭ്യമാകുന്നത്. വേദഗ്രന്ഥത്തിലൂടെ ലഭ്യമാകുന്ന ആ ബോധനം അവൻ സ്വീകരിക്കുമ്പോൾ അവൻ ആത്യന്തികമായ വിജയം വരിക്കാൻ സാധ്യമാവുകയും ചെയ്യും. മനുഷ്യൻ ഇടപെടുന്ന ഓരോ വഴികളിലും ഈ ഒരു ജീവൻ അവന് പ്രദാനം ചെയ്യുന്നുണ്ട്. കുടുംബത്തിൽ എങ്ങനെയാണ് കഴിയേണ്ടത്, സമൂഹത്തിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടത്, ക്രയവിക്രയങ്ങളിൽ എങ്ങനെയാണ് ഉണ്ടാകേണ്ടത്, സാമ്പത്തിക കാര്യങ്ങൾ എങ്ങനെയാണ് ക്രമീകരിക്കേണ്ടത്, പെരുമാറ്റങ്ങൾ എങ്ങനെയായിരിക്കണം, രാഷ്ട്രീയമായ സംവിധാനങ്ങൾ എങ്ങനെയാകണം, രാഷ്ട്രപരമായ കാര്യങ്ങൾ എങ്ങനെയാകണം തുടങ്ങി മനുഷ്യന്റെ ഈ ഭൗതിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും അവൻ ഇടപഴകുന്ന എല്ലാ മേഖലകളിലും ജീവൻ പ്രദാനം ചെയ്യുകയാണ് മതം ചെയ്യുന്നത്. മതം പരിചയപ്പെടുത്തിയ ഏതെങ്കിലും ഒരു നന്മ തിന്മയായി കാണാനോ, മതം പരിചയപ്പെടുത്തിയ ഏതെങ്കിലും ഒരു തിന്മ നന്മയാണെന്ന് കണ്ടെത്തുവാനോ ഇന്ന് ലോകത്തിനു സാധ്യമായിട്ടേ ഇല്ല. ഒരൊറ്റുദാഹരണം പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. നമ്മൾ ചർച്ച ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ, ഈ സമയത്ത് നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് സദാചാരവുമായി ബന്ധപ്പെടുത്തിയിട്ടാണ്. ഒരു പെൺകുട്ടി പ്രേമനൈരാശ്യത്തിന്റെ പേരിൽ ജീവനൊടുക്കിയിട്ടുള്ള ദുരന്തം കേരളത്തിൽ സംഭവിച്ചു. കോവിഡ് ബാധയെ ഏറ്റുകൊണ്ട് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകേണ്ട ആതുരപ്രവർത്തകരിൽ ചിലർ വാഹനം ഓടിക്കവേ അതിന്റെ ഡ്രൈവർ ആ പെണ്ണിൽ തന്റെ കാമം പൂർത്തീകരിക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇത്രമേൽ അശ്ലീലതയുള്ള, പൈശാചികത എന്ന് പറഞ്ഞാൽ പിശാച് പോലും നെട്ടിത്തെറിച്ചു പോകാവുന്ന സംഭവങ്ങൾ മനുഷ്യനിലൂടെയാണ് സംഭവിച്ചിട്ടുള്ളത്. അവന്റെ ബുദ്ധിയെയും അവന്റെ സവിശേഷതയെയും കൊന്നു കുഴിച്ചു മൂടിയാലല്ലാതെ ഇത് സംഭവിക്കുകയില്ല. പക്ഷേ ഇത്തരം രംഗങ്ങളിൽ എന്തുണ്ടു പരിഹാരം? ആ പരിഹാരം നിർദ്ദേശിക്കാൻ ഒരു വേള ഭൗതിക പ്രത്യയശാസ്ത്രങ്ങൾക്കു സാധ്യമല്ല. ഒരു സ്ത്രീയെ പെണ്ണായി കാണുക മാത്രമല്ല, പവിത്രയായ ഉമ്മയായി, സഹോദരിയായി, മകളായി, തന്നെ 6 മാസം ഗർഭം ചുമന്നിട്ടുള്ള ഈ പ്രപഞ്ചത്തിലെ മനുഷ്യ കുടുംബത്തിലെ ഏറ്റവും പ്രാധാന്യപൂർവ്വം ബഹുമാനിക്കുകയും ആദരിക്കുകയും കാരുണ്യം ചെയ്യുകയും ചെയ്യേണ്ട ഇണയായി, തുണയായി സ്ത്രീയെ മനസ്സിലാക്കാൻ കഴിയണം. എന്റെ കണ്ണുകൊണ്ട്, എന്റെ കാതുകൊണ്ട്, എന്റെ മനസ്സുകൊണ്ട്, എന്റെ ആലോചനകൾ കൊണ്ട്, എന്റെ ശരീരത്തിന്റെ അംഗചലനങ്ങൾ കൊണ്ട് പോലും ഒരു സ്ത്രീയെയും കാമത്തിന്റെ പേരിൽ നോവിക്കപ്പെടാൻ പാടില്ല എന്ന പാഠം മതം പഠിപ്പിക്കുമ്പോൾ ആ മതത്തിന്റെ അധ്യാപനങ്ങൾ സ്വീകരിക്കാൻ കഴിഞ്ഞാൽ ഇവിടെ സദാചാരവും സുരക്ഷിതത്വവും ലഭ്യമാകും. ഒരു കുടുംബ ജീവിതത്തിലും സാമൂഹിക ജീവിതത്തിലും സുരക്ഷയുടെയും നിർഭയത്വത്തിന്റെയും ജീവൻ പകരാൻ യഥാർത്ഥത്തിൽ മതത്തിനു മാത്രമേ കഴിയൂ. യുക്തിവാദികൾ അവർ പ്രകടിപ്പിക്കുന്ന അഭിപ്രായങ്ങൾ പമ്പര വിഡ്ഢിത്തമാണ്. സദാചാരത്തിന് വേണ്ടി അവർ വിവാഹം എന്ന് പറയുന്ന ഒരു കർമ്മം പോലും വേണ്ട എന്നതാണ്. ഈ ഒരു വിഷയത്തെക്കുറിച്ച് സാമൂഹികമായ മാധ്യമങ്ങളിൽ കടന്നു വന്ന ചർച്ചകളിൽ പോലും ഇത് നിഴലിച്ചു നിൽക്കുന്നുണ്ട്. ഒരു പെണ്ണ് വളരേണ്ടത് മറ്റൊരു ആണിന്റെ ആഗ്രഹങ്ങൾ പൂർത്തീകരിച്ച് ഒരു ഗർഭവതിയായി കുഞ്ഞിനെ നോക്കാൻ എനിക്ക് കഴിയും, അവൻ എന്നെ വിവാഹം കഴിച്ചിട്ടില്ലെങ്കിലും എന്ന ത്രാണിയിലേക്ക്, എന്ന കരുത്തിലേക്ക് ഒരു പെണ്ണ് വളരുമ്പോഴാണത്രേ ആധുനിക പെണ്ണായി മാറുന്നത്. ഇങ്ങനെയൊക്കെ അഭിപ്രായം പറയുന്ന ആളുകളുണ്ട്. എനിക്ക് വെള്ളം വേണം, ആ വെള്ളം വേണമെന്ന് കരുതുമ്പോൾ ഞാൻ വെള്ളം കുടിക്കുന്നു, അങ്ങനെ എന്റെ ദാഹം ശമിക്കുന്നു എന്നതുപോലെ ഒരാണിന് കാമം തീർക്കണമെന്ന് തോന്നുമ്പോൾ ഒരു പെണ്ണിനെ ഉപയോഗപ്പെടുത്തുന്നു. ആ പെണ്ണ് അതിനനുവദിച്ചു കൊടുക്കുന്നുവെങ്കിൽ തീർച്ചയായും അതൊരു തെറ്റായി മാറുന്നില്ല. അതിന്റെ പേരിൽ അവർ ഗർഭിണിയായാൽ ആ കുഞ്ഞിനെ അവൾ വളർത്തട്ടെ. അങ്ങനെ വളർത്തുമ്പോഴാണ് അത്ര ആർജവമുണ്ടായിത്തീരുന്നത്. അങ്ങനെയുള്ള സ്ത്രീകളെ യഥാർത്ഥത്തിൽ വിവാഹം കഴിക്കാൻ പുരുഷന്മാർ വളർന്നു വരുന്നൊരു കാലം തീർച്ചയായും സ്വപ്നം കാണുന്നു എന്നൊക്കെ എഴുതിവിടുന്ന ഫ്രീ തിങ്കേഴ്സിന്റെ ആളുകളുണ്ട്. ഒരു പെണ്ണായാൽ ആ പെണ്ണിൽ കാമം പൂർത്തീകരിച്ച് എന്റെ ആവശ്യം കഴിഞ്ഞ ആ പെണ്ണിനെ വലിച്ചെറിയുക എന്ന് പറയുന്ന സംസ്കാരം ഡിസ്പോസിബിൾ സംസ്കാരം. ഇത്തരത്തിലുള്ള ഡിസ്പോസിബിൾ സംസ്കാരങ്ങൾ മാത്രമാണ് യുക്തിവാദികൾക്ക് ലോകത്തിനു മുമ്പിൽ പറയാനുള്ളത്. മനുഷ്യന്റെ സദാചാരത്തെ തകർത്ത് കളയുന്ന ഇത്തരം സംസ്കാരങ്ങൾ ഇത് മാത്രമാണ് ഫ്രീ തിങ്കേഴ്സിന് പറയാനുള്ളത്. ഇവിടെ മനുഷ്യന് നവജീവൻ പകരുന്ന, ശരിയായ ജീവൻ പകരുന്ന സന്ദേശമാണ് വിശുദ്ധ ഖുർആൻ പ്രദാനം ചെയ്യുന്നത്. ആ ഇസ്ലാമിന്റെ ജീവൻ പകരുന്ന ഈ സന്ദേശങ്ങൾ ഭൗതികമായി മനുഷ്യന് ശരിയായി കണ്ടെത്താൻ സാധിക്കുന്നു. അതാണ് ഞാൻ പറഞ്ഞത്, മതം നന്മയായി പറഞ്ഞതിനെ തിന്മയെന്ന് പറയാനോ, തിന്മയായി പറഞ്ഞതിനെ നന്മയായി പരിഗണിക്കാനോ ഇന്ന് ലോകത്തിൽ ആർക്കും തന്നെ കഴിഞ്ഞിട്ടില്ല, ഇനി കഴിയുകയുമില്ല. കാരണം ഇത് ദൈവികമായിട്ടുള്ള സന്ദേശമാണ്. ആ ദൈവികമായ ജീവൻ നൽകുന്ന സന്ദേശങ്ങളെ
മനുഷ്യന്റെ ബുദ്ധിശക്തി ഉപയോഗപ്പെടുത്തി കണ്ടെത്തുവാനും വേദഗ്രന്ഥങ്ങളിലൂടെ അന്വേഷിച്ച് ശരിയായ വഴി തേടുവാനും മനുഷ്യന് ശ്രമിക്കുമ്പോഴാണ് മനുഷ്യന് ജീവൻ ലഭ്യമാകുന്നത്. അങ്ങനെയുള്ള ജീവൻ ലഭിക്കുന്ന മാർഗത്തിലേക്ക് മനുഷ്യർക്ക് പാത കാണിക്കുകയാണ് ഇസ്ലാം ചെയ്യുന്നത്. കൂടുതൽ പഠിക്കാനും അറിയാനും മനസ്സിലാക്കാനും ഈ ക്യാമ്പയിൻ പ്രമേയത്തിന്റെ വിശദീകരണങ്ങളും ക്യാമ്പയിന്റെ പ്രവർത്തനങ്ങളും ഉപയോഗപ്പെടുത്തണേ എന്ന് വിനയപൂർവ്വം അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഈ ഉദ്ഘാടന പരിപാടിയിൽ നന്ദി പ്രകാശിപ്പിക്കുന്നതിന് വേണ്ടി പ്രോഗ്രാം കോർഡിനേറ്റർ അർഷാദ് PT നെല്ലിക്കാപ്പറമ്പ് അവർകളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് സ്വലാത്തു വസ്സലാമു അലാ റസൂലിൽ അമീൻ വഅലാ ആലിഹി വസ്സഹബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ബുദ്ധിയുടെ മതം മാനവതയുടെ ജീവൻ എന്ന പ്രമേയത്തിൽ തിരുവമ്പാടി മണ്ഡലം ആദർശ ക്യാമ്പയിൻ പ്രചരണോദ്ഘാടനം അവസാനിക്കുകയാണ്. ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച KNM മർക്കസ് ദഅവ സെക്രട്ടറി അഹമ്മദ് കുട്ടി മദനിക്ക് പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അതേപോലെ സ്വാഗതം പറഞ്ഞ തിരുവമ്പാടി മണ്ഡലം ദഅവ വിഭാഗം കൺവീനർ സൈനുൽ ആബദ് സുല്ലമി, അധ്യക്ഷ പദവി അലങ്കരിച്ച KNM മണ്ഡലം പ്രസിഡന്റ് ഡോക്ടർ OC അബ്ദുൽ കരീം, ആദർശ ക്യാമ്പയിൻ സന്ദേശഗാനം ആലപിച്ച ഹക്കീം പുൽപ്പറ്റ, ആശംസകൾ അറിയിച്ച ISM മുക്കം മണ്ഡലം പ്രസിഡന്റ് ഇക്ബാൽ സുല്ലമി, MSM മുക്കം മണ്ഡലം സെക്രട്ടറി ജദീർ PA, MGM തിരുവമ്പാടി മണ്ഡലം സെക്രട്ടറി സാജിദ C, മണ്ഡലം MGM സ്റ്റുഡൻസ് വിംഗ് സെക്രട്ടറി എന്നിവർക്ക് പ്രത്യേക നന്ദി അറിയിക്കുന്നു. മുഖ്യ പ്രഭാഷണം നിർവഹിച്ച KNM മർക്കസ് ദഅവ സെക്രട്ടറി ഡോക്ടർ ജാബിർ റഹ്മാനിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി അറിയിക്കുന്നു. ലോകത്തെ വിവിധ ദിക്കുകളിൽ നിന്നും ഈ പരിപാടി സൽസമയം വീക്ഷിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ സഹോദരി സഹോദരന്മാർക്കും സഹപ്രവർത്തകർക്കും പ്രത്യേക നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.